ഹലോ മക്കളെ, സൂപ്പർ 30 എന്ന ക്രാഷ് പ്രോഗ്രാമിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചാപ്റ്ററിലെയും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ കൂടുതൽ പ്രാവശ്യം ചോദിച്ചൊരു ഭാഗമാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം അതാണ് ഗ്രാഫിക്കൽ ഡെറിവേഷൻ ഫോർ ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ചൊല്ലി പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. പറഞ്ഞു ഏതൊക്കെയാണ് ഇക്വേഷൻ? ഒന്ന്, v is equal to u plus at, s is equal to ut plus half at square and v square is equal to u square plus 2as. ഈ ഇക്വേഷൻ ഒന്നും ആർക്കും ഡൗട്ട് ഇല്ല. റെഡി അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ നമുക്ക് ഡെറിവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്ന് ഗ്രാഫിക്കൽ ഡെറിവേഷനും രണ്ടാണ് അനാലിറ്റിക്കൽ ഡെറിവേഷനും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിക്കൽ ഡെറിവേഷൻ ഫോർ ഇക്വേഷൻസ് ഓഫ് മോഷൻ. റെഡി? അപ്പോൾ നമ്മൾ ഗ്രാഫിക്കൽ ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിൻ്റെ ഒരു വൃത്തിയുള്ള ഒരു ഗ്രാഫ് വരയ്ക്കണം. റെഡി അല്ലേ മക്കളെ? ഇതിൻ്റെ ഒപ്പം നോക്കിക്കോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരച്ച്. റെഡി അല്ലേ? അപ്പോൾ നോക്കിക്കോ, നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് വെലോസിറ്റിയും എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് എന്താടാ, ടൈമാണ് മാർക്ക് ചെയ്യുന്നത്. ഡൗട്ടില്ലല്ലോടാ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു സ്ലോപ്പ് വരയ്ക്കാൻ പോകണം. റെഡി? ഓക്കെ, ഇവിടെ ഒരു സ്ലോപ്പ് വരച്ചു. ഇനി അതിന് മാർക്കിങ്സ് കൊടുക്കണ്ടടാ. അപ്പം നോക്കിക്കോ, ഒരു ഡോട്ട് ലൈൻ വരച്ചിട്ട് അതിന് സെർട്ടൈൻ മാർക്കിങ്സ് കൊടുക്കണം. ഇനി എൻ്റെ ഒപ്പം പറഞ്ഞോ, ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാനുള്ളത്? നോക്കിയേ, വാട്ട് ഈസ് ദിസ്? വെലോസിറ്റി അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 0 അല്ലേ? അതിനെയാണ് എന്തെന്ന് പറയാ, ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയാം. റെഡി? ഇനി ഇതെന്താടാ, ഇതെന്ന് പറയുന്നത് വെലോസിറ്റി ആഫ്റ്റർ എ ടൈം t, അതല്ലേ ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത്. റെഡി? ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോടാ, ഈ ടോട്ടൽ ലെങ്ത്തിന് എന്തെന്ന് പറയാ, ഫൈനൽ വെലോസിറ്റി v, അതിൽ ഡൗട്ട് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഷോർട്ടർ ലെങ്ത് എന്താ, അത് ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിന് ഇടയിൽ വരുന്ന ഈ പോയിന്റിന്റെ ലെങ്ത് എന്താ, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് v മൈനസ് u. ഡൗട്ടില്ലല്ലോടാ? നമ്മൾ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് മാർക്ക് ചെയ്തു? ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം t ആൻഡ് ദ റിമൈനിങ് പാർട്ട് എന്താണ്, v മൈനസ് u. റെഡി അല്ലേ? ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. റെഡി? ഇനി ഏതൊരു ഗ്രാഫിനും നമുക്ക് സ്ലോപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഏരിയ അണ്ടർ ദ സ്ലോപ്പും ഉണ്ട്. റെഡി അല്ലേ? നോക്കിയേ, സ്ലോപ്പ് എന്താ സ്ലോപ്പ് തരിക, വെലോസിറ്റി ടൈം ഗ്രാഫ്. നോക്കിക്കോ, ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ ആണ് അല്ലേ? ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒബ്റ്റെയിൻ ചെയ്യാൻ, അതായത് ആക്സിലറേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വേണ്ടത്. റെഡി? ഇനി ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ സ്ലോപ്പ് കണ്ടെത്തിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഡിസ്പ്ലേസ്മെന്റ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? നമുക്കറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇക്വേഷനിൽ ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കിട്ടും ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. എങ്ങനെയാടാ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. മക്കളെ നോക്കിക്കോ, ഇവിടെ എങ്ങനെ കിട്ടുക, ദാറ്റ് ഈസ് ഇവിടെ എസ് ഇസ് ഈക്വൽ ടു എന്താടാ, വി ഇൻറ്റു ടി അല്ലെ? വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് വി ക്യാൻ ഒബ്റ്റെയിൻ, ഇത് പ്രൊഡക്റ്റ് അല്ലടാ മക്കളെ, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഇങ്ങനെയാടാ, ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഈ കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആണ്. എന്താണ്, ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദി സ്ലോപ്പ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ദെൻ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. റെഡി? നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫ് സൈഡിലോട്ട് പ്ലേസ് ചെയ്യാം. റെഡി അല്ലേ? പ്രശ്നമില്ലല്ലോടാ? ഓക്കെ, നമുക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. റെഡി? ഇനി ഫസ്റ്റത്തെ ഡെറിവേഷൻ, ഫസ്റ്റത്തെ ഇക്വേഷൻ, ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, ഇക്വേഷൻ ആണ് v is equal to u plus at. എന്താണ് ഇക്വേഷൻ? എന്താ, v is equal to u plus at. റെഡി? അപ്പൊ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നമുക്ക് ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്താ കിട്ടുക, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഗീവ്സ് ആക്സിലറേഷൻ. റെഡി? സ്ലോപ്പ് m is equal to എന്താ, സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താടാ, സ്ലോപ്പ് m is equal to ഡെൽറ്റ y ബൈ ഡെൽറ്റ x. റെഡി അല്ലേ? ഇനി ഇവിടെ എന്താ ഡെൽറ്റ y,
ചേഞ്ച് ഇൻ വൈ ആക്സിസ് അല്ലേ? റെഡി? ചേഞ്ച് ഇൻ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എത്രയും ആദ്യം വൈ ആക്സിസ് ഈ പോയിന്റിലായിരുന്നു, പിന്നെ വൈ ആക്സിസ് ഇവിടെ ആയി അല്ലേ? ദാറ്റ് ഈസ് ചേഞ്ച്, ദാറ്റ് ഈസ് v മൈനസ് യു. ഇനി ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ ഈ പോയിന്റിൽ എത്തി അല്ലേ? ദാറ്റ് ഈസ് ടി. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ പോലെ മക്കളെ, അതായത് എം എന്ന് പറയുന്ന സ്ലോപ്പാണ്, അത് ആക്സിലറേഷൻ ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു, പറഞ്ഞോ, എ ഈസ് ഈക്വൽ ടു എന്താ? വി മൈനസ് യു ബൈ ടി. റെഡി? ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ പോരെ? ദാറ്റ് ഈസ് എ ഇൻറ്റു ടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു അല്ലേ? ഈ മൈനസ് യുന് ഇപ്പുറത്ത് കൊടുത്താൽ എന്താവും? പറഞ്ഞോ. റെഡി? ദാറ്റ് ഈസ് യു പ്ലസ് എ ടി ഈസ് ഈക്വൽ ടു വി. അങ്ങനെയാണെങ്കിൽ ഒന്ന് വൃത്തിയിൽ ഞാൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സിമ്പിൾ അല്ലേടാ ഫസ്റ്റത്തെ ഡെറിവേഷൻ? ഫസ്റ്റത്തെ ഡെറിവേഷനിൽ ആകെ നമുക്ക് അറിയേണ്ടത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. റെഡി അല്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇക്വേഷൻ ആയില്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഡെറിവേഷൻ ആയി. ഈ ഡെറിവേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതണം സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെറിവേഷനെ നമുക്ക് സൈഡിലോട്ട് പ്ലേസ് ചെയ്യാം. റെഡി? ഇനി രണ്ടാമത്തെ ഡെറിവേഷൻ ഏതാ മക്കളെ? രണ്ടാമത്തെ ഡെറിവേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഞാൻ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ രണ്ട് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇതിനെ രണ്ട് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഏരിയ 1 ആൻഡ് ഏരിയ 2 അല്ലേ? നമ്മൾ ഇതിനെ ഏരിയ 1 എന്നും ഇതിനെന്ത് ചെയ്യും? ഏരിയ 2 എന്നും മാർക്ക് ചെയ്യും. റെഡി അല്ലേ? നമ്മളിവിടെ ഡിനോട്ട് ചെയ്യാണ് ഏരിയ 1 ഈസ് എ റെക്റ്റാങ്കിൾ. എന്താണ്? ഏരിയ 1 ഈസ് എ റെക്റ്റാങ്കിൾ ആൻഡ് ഏരിയ 2 എന്താണ്? ഏരിയ 2 എന്ന് പറഞ്ഞാൽ ഏരിയ 2 ഈസ് എ ട്രയാങ്കിൾ അല്ലേ? രണ്ടാമത്തത് ഏരിയ എന്താടാ? അതൊരു ട്രയാങ്കിൾ ആണ്. ഇനി റെക്റ്റാങ്കിളിന് ട്രയാങ്കിളിന്റെ ഏരിയ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ. പറഞ്ഞോ എന്താ? റെക്റ്റാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. റെഡി? ഇപ്പൊ പറഞ്ഞോ, ഞാനിവിടെ എഴുതാണ് സ്ലോപ്പ് അല്ല, നമുക്കിവിടെ വേണ്ടത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ്. റെഡി? അപ്പൊ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ പറഞ്ഞത്? സോ നമ്മൾ എഴുതാണ് ഏരിയ ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2. എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ? എന്താണ്? A1ഉം A2 കൂട്ടിയിട്ട് ആഡ് ചെയ്യാം. റെഡി? നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യാൻ പോണ്. വാട്ട് ഈസ് A1? A1 ഈസ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെഡി? വാട്ട് ഈസ് ലെങ്ത്? ലെങ്ത് ഈസ് T ആൻഡ് ബ്രെഡ്ത്ത് എന്താ? U. ദാറ്റ് ഈസ് ഏരിയ 1 ദാറ്റ് ഈസ് A1 ഈസ് ഈക്വൽ ടു UT. ഡൗട്ട് ഇല്ലല്ലോടാ? ഏരിയ 1 ഈസ് ഈക്വൽ ടു എന്താടാ? UT. റെഡി? ഇനി ഏരിയ 2 എന്താ? ഏരിയ 2 എന്ന് പറഞ്ഞാൽ ഏരിയ 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ട്രയാങ്കിൾ. ഏരിയ 2 ഈസ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? വാട്ട് ഈസ് ഹാഫ്? ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. വാട്ട് ഈസ് ബേസ്? ബേസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ബേസ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഇൻറ്റു ഹൈറ്റ്. വാട്ട് ഈസ് ഹൈറ്റ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വി മൈനസ് യു അല്ലേ മക്കളെ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വി മൈനസ് യു. അതിൽ ഡൗട്ട് ഇല്ലല്ലോ? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. എന്താ അങ്ങനെ നോട്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുകളിലും താഴെയും, അതായത് ബോത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റി കിട്ടണം. എന്താണ്? വി മൈനസ് യു ബൈ ടി. എന്താണ് വി മൈനസ് യു ബൈ ടി? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആക്സിലറേഷൻ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞോ, ദാറ്റ് ഈസ് A2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇത് ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്, പിന്നെ ടൈം സ്ക്വയർ. റെഡി അല്ലേ? അപ്പൊ നോക്കിയടാ, ഇവിടെ നമുക്ക് കിട്ടി A1 ഈസ് ഈക്വൽ ടു UT, ദെൻ A2 ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് ഇൻറ്റു A ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫൈനലൈസ് ചെയ്ത് എഴുതിക്കൂടെ മക്കളെ? ദാറ്റ് ഈസ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. റെഡി അല്ലേ? എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ.
റെഡി അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? നമ്മൾ എന്താ ചെയ്തത്? അതായത് ടോട്ടൽ ഏരിയനെ A1 എന്നും A2 എന്നും മാർക്ക് ചെയ്തു. A1 എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ ആണ്, A2 എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. റെഡി അല്ലേ? ഡൗട്ട് ഇല്ല, പ്രശ്നമില്ല, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ മക്കളെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഗ്രാഫാണ്. റെഡി? നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി വൃത്തിയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഗ്രാഫ് ഒന്നുകൂടെ റെപ്രസെന്റ് ചെയ്യാൻ പോണ്. ഓക്കെ, ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്, ദിസ് ഈസ് ദ ഗ്രാഫ് ആൻഡ് ഹിയർ ഐ എം ഗോയിങ് ടു മാർക്ക് ദീസ് ക്വാണ്ടിറ്റീസ് v ആൻഡ് ദിസ് ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാടാ പറഞ്ഞോ? എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഉള്ളത്? ഒന്ന് ദാറ്റ് ഈസ് ഇതാണ്, ദിസ് ഈസ് u ആൻഡ് ദിസ് ഈസ് v ആൻഡ് ദിസ് ഈസ് v മൈനസ് u ആൻഡ് ദിസ് ഈസ് ടൈം. ദിസ് ഈസ് ടൈം വെലോസിറ്റി ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. ഏതാടാ മൂന്നാമത്തെ ഇക്വേഷൻ? മൂന്നാമത്തെ ഇക്വേഷൻ v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു s. ഡൗട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. സെയിം പ്രിൻസിപ്പിളാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. നോക്കാം. ദാറ്റ് ഈസ് S is equal to അല്ലേ? S is equal to എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഏരിയ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കോ, നമ്മൾ ട്രപ്പീസിയം ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ? തൊട്ട് മുമ്പത്തെ ഡെറിവേഷനിൽ നമ്മൾ ഇതിനെ ഒരു റെക്ടാങ്കിളും ഒരു ട്രയാങ്കിളും ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു ട്രപ്പീസിയം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ട്രപ്പീസിയത്തിന്റെ ഏരിയയുടെ എന്താ ഇക്വേഷൻ? ഏരിയയുടെ ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു a പ്ലസ് ബി. എന്താണ് a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? അൺഈക്വൽ സൈഡ്. റെഡി അല്ലേ? ഇവിടെ അൺഈക്വൽ സൈഡ്സ് ഏതൊക്കെ? ഒന്ന് യും ഒന്ന് വിയും. റെഡി അല്ലേ? ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ട്രപ്പീസിയത്തിന്റെ ഹൈറ്റ് ആണ് t. ഓക്കെ, നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ t ആണ്. ഇനി a പ്ലസ് ബി എന്താ മക്കളെ? u പ്ലസ് വി. റെഡി അല്ലേ? ഇനി ഇവിടെ ഇതേപോലെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് ഉണ്ട്. നോക്കിക്കോ, ഇവിടെ നമുക്ക് എന്തുണ്ട്? ടൈം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തെക്കണം, ആ ടൈമിനെ ആക്സിലറേഷന്റെ രൂപത്തിൽ എഴുതണം. നോക്കാം, ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ മക്കളെ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. അപ്പൊ നമുക്ക് ഇവിടെ ടിക്ക് അല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ടൈമിനെ മുകളിൽ എഴുതിയിട്ട് ആക്സിലറേഷൻ താഴേക്ക് എഴുതും. അപ്പൊ ടൈമിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞ മക്കളെ, പറഞ്ഞോ എന്താ? ദാറ്റ് ഈസ് ടൈം ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ എ. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ ഇക്വേഷൻ അല്ലടാ. അപ്പൊ നമ്മൾ ഈ ടൈമിന്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? പ്രശ്നമില്ലല്ലോ, നോക്കിക്കോ. ദാറ്റ് ഈസ് S is equal to ഹാഫ് ഇൻറ്റു ടൈമിന് പകരം എന്ത് എഴുതി? v മൈനസ് യു ബൈ എ ഇൻറ്റു നമുക്ക് ഓൾറെഡി എന്തുണ്ട്? v പ്ലസ് യു ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എന്താ? v മൈനസ് യു ഉണ്ട്, v പ്ലസ് യു. ഇതൊരു മാത്സ് ഐഡന്റിറ്റി ആണ് അല്ലേ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഡൗട്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം നോക്കിക്കോ. ദാറ്റ് ഈസ് ഇവിടെ s എന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് S is equal to, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാലോ. That is a plus b into a minus b, a square minus b square ആണല്ലോ മക്കളെ. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് that is S is equal to half into v square minus u square by. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇക്വേഷനിലെത്തി. ദാറ്റ് ഈസ് ഈ 2a ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? 2as is equal to v square minus u square. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് യു സ്ക്വയറിന് പുറത്ത് കൊണ്ടുവന്നാൽ എന്തായി? u square plus 2as is equal to v square. റെഡി അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നും കൂടി വൃത്തിയിൽ എഴുതാൻ പോകണം. ദാറ്റ് ഈസ് v square is equal to u square plus 2 into a into s. So that is how we derive three equations. എങ്ങനെയാണ്? ഗ്രാഫിക്കലി ഡിറൈവിംഗ് ത്രീ ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു മക്കളെ? വി ആർ ഒബ്റ്റെയിനിങ് ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. സെക്കൻഡും തേർഡും എങ്ങനെയായിരുന്നു? വി ആർ ഫൈൻഡിങ് ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഫസ്റ്റ് സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഒരു റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? ഇനി തേർഡ് ആണെങ്കിൽ നമ്മൾ ട്രപ്പീസിയം ആയിട്ട് എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യാം. റെഡി? സെക്കൻഡിൽ ഓർത്തൊക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? ടൈം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്. റെഡി? ഇനി തേർഡ് ഡെറിവേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ടൈമിനെ ആക്സിലറേഷന്റെയും ചേഞ്ച് ഇൻ വെലോസിറ്റിയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. മാക്സ് ഐഡന്റിറ്റി ആയ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്തെടുക്കുക. റെഡി അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ എത്തും. ഓക്കെ, താങ്ക് യു.